ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ്. ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 3 മാർക്ക് 6 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, എത്രമാത്രം പ്രോബ്ലത്തിന് പ്രാധാന്യമുണ്ട്, എത്രമാത്രം തിയറിക്ക് പ്രാധാന്യമുണ്ട് എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലും കാണിക്കുന്നതാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൽ 5 മൊഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ 5ാമത്തെ മൊഡ്യൂള് ഒരു ഓപ്പൺ മൊഡ്യൂളാണ്. നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ 5ാമത്തെ മൊഡ്യൂള് പഠിക്കേണ്ട ആവശ്യമില്ല, ആ മൊഡ്യൂളിൽ ഉണ്ടാവില്ല, ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ 4 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ യൂണിവേഴ്സിറ്റി സിലബസിൽ പറയുന്നത് 60% പ്രോബ്ലവും 40% തിയറിയാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പറയുന്നത്. എങ്കിലും നമുക്ക് ഒരു ഓവറോൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു 50% തിയറിക്കും 50% പ്രോബ്ലത്തിനും ഈ ഒരു പേപ്പറിൽ സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന പേപ്പറാണ്, പുതിയ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പേപ്പറിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളൂ. ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 4 മൊഡ്യൂളിലും വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. മൊഡ്യൂൾ 1 ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് വാട്ട് ഈസ് ഫൈനാൻഷ്യൽ ഡാറ്റ എന്നത്. നമ്മുടെ ബുക്കിന്റെ പേര് എന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേമിന്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? വാട്ട് ഈസ് ഫൈനാൻഷ്യൽ ഡാറ്റ എന്നത്. ഫൈനാൻഷ്യൽ ഡാറ്റ കൊണ്ട് അർത്ഥമാക്കുന്നത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണെന്ത്? ഫൈനാൻഷ്യൽ ഡാറ്റ. ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഈസ് കാൾഡ് ഫൈനാൻഷ്യൽ ഡാറ്റ. അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഇൻകം, പ്രോഫിറ്റ്, എക്സ്പെൻസ്, അസറ്റ്, ലാബിലിറ്റീസ്, മറ്റു ഫൈനാൻസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എന്താണ് ഫൈനാൻഷ്യൽ ഡാറ്റ, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും എന്ന കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെന്താണ്? ഒരു അക്കൗണ്ടൻസി റിലേറ്റഡ് പേപ്പറാണ്. നെക്സ്റ്റ് സിലബസിലൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഏരിയയാണ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പ്രോഫിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ന് പറയുന്ന ഏരിയ. ഈ ഒരു ഭാഗത്തിന് വളരെ അധികം പ്രാധാന്യം നൽകണം. ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ എക്സ്പെൻസിൽ അറിഞ്ഞിരിക്കണത് എന്താണ് എക്സ്പെൻസ്, അതിന്റെ നേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ടൈപ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പ്രോബ്ലം ചെയ്യാനും എന്തറിഞ്ഞിരിക്കണം? എക്സ്പെൻസിന്റെ ടൈപ്പ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻകത്തിന്റെ നേച്ചർ, സിഗ്നിഫിക്കൻസ്, ടൈപ്സ്. ദെൻ പ്രോഫിറ്റ്, ടൈപ്സ്. നെക്സ്റ്റ് ആണ് കോസ്റ്റും റവന്യൂ. കോസ്റ്റ് എന്താണെന്നും അതിന്റെ ടൈപ്സും കൃത്യമായിട്ട് ഓരോ ടൈപ്സിന്റെ മീനിങ്, ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, മാർജിനൽ കോസ്റ്റ് ഒക്കെ ചിലപ്പോൾ 3 മാർക്കിലെ മാർജിനൽ കോസ്റ്റ് എന്താണ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സങ്ക് കോസ്റ്റ് എന്താണ്, കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ്. 6 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ആണെന്ന് അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം എന്താണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് മനസ്സിലാക്കുക, എന്താണ് എക്കണോമിക് പ്രോഫിറ്റ്, അത് തമ്മിലുള്ള ഒരു 6. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ്. 6 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് അക്കൗണ്ടിങ് പ്രോഫിറ്റും
എക്കണോമിക് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്താണ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പഠിക്കുക, എന്താണ് എക്കണോമിക് പ്രോഫിറ്റും അവ തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അക്കൗണ്ടിങ് എന്താണ്. AICPയുടെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ബേസിക് ടേമുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ്. പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അസറ്റ് എന്താണ്? അസറ്റിൽ അറിഞ്ഞിരിക്കേണ്ടത് അസറ്റിന്റെ മീനിങ്, ക്ലാസിഫിക്കേഷൻ. ഓരോ ക്ലാസിഫിക്കേഷനും അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഫിക്സഡ് അസറ്റും അതിന്റെ എക്സാമ്പിളും, കറണ്ട് അസറ്റും അതിന്റെ എക്സാമ്പിളും. പ്രോബ്ലം ചെയ്യാനൊക്കെ ഈ ഒരു ഭാഗം ആവശ്യമാണ്. ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ലാബിലിറ്റീസ്, കറണ്ട് ലാബിലിറ്റീസും ലോങ് ടേം ലാബിലിറ്റീസും കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ക്യാപിറ്റലിന് ജസ്റ്റ് ഒരു മീനിങ് നോക്കുക. എക്സ്പെൻസ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അക്കൗണ്ടൻസി എന്താണ്, അതിന്റെ ബേസിക് ടേമുകൾക്ക് വളരെ പ്രാധാന്യം നൽകുക. വീണ്ടും ഒരുപാട് ടേമുകളുടെ ജസ്റ്റ് മീനിങ് നോക്കുക. അസറ്റും ലാബിലിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഏരിയയാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെയാണ്. 6 മാർക്കിന് അല്ലെങ്കിൽ എസ് ആയിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇതിലെ ചില പ്രിൻസിപ്പിൾ 3 മാർക്കിന് എടുത്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് 2 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് അക്കൗണ്ടിങ് കൺസെപ്റ്റും ഒന്ന് അക്കൗണ്ടിങ് കൺവെൻഷനും. അപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അക്കൗണ്ടിങ് കൺവെൻഷന് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ് തന്നെ എടുത്ത് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. 3 മാർക്കിലേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷനിൽ എടുത്തു പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് കൺസർവാറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ആ ഒരു പ്രിൻസിപ്പിളും കൂടി എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പഠിക്കുക. ഇനി വരുന്ന ഒരു ഏരിയയാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഈ ഒരു ടേമിന്റെ ഫുൾ ഫോമും ഇത് എന്താണെന്നും അല്ലെ, ലോകം മൊത്തം ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാണ്. അതിനാണ് പറയുന്നത് IFRS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. വളരെ ശ്രദ്ധിക്കുക. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നുള്ളതും അതിന്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ, അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ് അക്കൗണ്ടിങ് ഇക്വേഷന്. അസറ്റ് ഈക്വൽ ടു ആണ് ഇവിടെ, മൈനസ് അല്ല. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ് എന്ത്, അക്കൗണ്ടിങ് ഇക്വേഷന്. ഇതുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലം കൂടിയും അറിഞ്ഞിരിക്കണം. ഇത്രയുള്ളൂ. അസറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം, ലാബിലിറ്റിക്കും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അസറ്റ് ലാബിലിറ്റിക്കും ക്യാപിറ്റലിനും ഈക്വൽ ആണ് എന്ന് തെളിയിക്കലാണ് എന്ത്, അക്കൗണ്ടിങ് ഇക്വേഷൻ. ജസ്റ്റ് ഒരു പ്രോബ്ലം അറിഞ്ഞിരുന്നാൽ മതി, വലിയ പ്രധാനപ്പെട്ട ഇരുന്നല്ല. എന്നിരുന്നാലും നമ്മുടെ സിലബസിൽ എന്തുണ്ട്, ഇതിന്റെ പ്രോബ്ലം പറയുന്നുണ്ട്. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ, അക്കൗണ്ടിങ് ബ്രേക്ക് ഈവനും ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവനും. അപ്പൊ എന്താണ് അക്കൗണ്ടിങ് ബ്രേക്ക് ഈവന്, എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവന്, ഇതിന്റെ ഡിഫറൻസും എങ്ങനെയാണ് അക്കൗണ്ടിങ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാന്നുള്ള ഒരു സിമ്പിൾ ചോദ്യം ഇവിടെ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. 6 മാർക്കിലൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന ടേം അറിഞ്ഞിരിക്കണം. പിന്നീട് പറഞ്ഞതാണ് അല്ലെ, എക്സ്പെൻസ്, ഇൻകം, പ്രോഫിറ്റ്, കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റുകളും അതിൻ്റെ നേച്ചർ, സിഗ്നിഫിക്കൻസ്, ടൈപ്സ് അറിഞ്ഞിരിക്കണം. പിന്നീടാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അക്കൗണ്ടൻസി എന്താണ്, അതുമായി ബന്ധപ്പെട്ട ബേസിക് ടേമുകൾ, അതിൽ മെയിനായിട്ട് അസറ്റ്, ലാബിലിറ്റീസ്, പിന്നീട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ, ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിങ് ഇക്വേഷന്, പിന്നീട് വരുന്ന ടോപ്പിക്കാണെന്ത്, അക്കൗണ്ടിങ് ബ്രേക്ക് ഈവനും ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവനും. ഇത്രയാണ്
ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 വരുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ജേർണൽ. 3 മാർക്കിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്ത് ജേർണൽ എന്താണെന്നത്. ജേർണൽ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ജേർണൽ എന്ന് പറയുന്നത് അല്ലെ. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് കാൾഡ് ജേർണൽ. ദെൻ ജേർണൽ എൻട്രി എഴുതാനുള്ള പ്രോബ്ലം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നിർബന്ധമായിട്ടും ഫസ്റ്റ് പഠിക്കേണ്ട ഒരു പ്രോബ്ലം ആണെന്ത് ജേർണൽ എൻട്രി എഴുതാൻ. ദെൻ പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് നരേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നരേഷനോട് അർത്ഥമാക്കുന്നത് നമ്മൾ ജേർണൽ എൻട്രിക്ക് എന്ത് കൊടുക്കും, ഒരു എക്സ്പ്ലനേഷൻ, ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും. അതിനാണെന്ന് പറയുന്നത് നരേഷൻ എന്ന് പറയുന്നത്. എന്താണ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇൻ ദി ജേർണൽ ഈസ് കാൾഡ് നരേഷൻ. അപ്പോൾ ജേർണൽ എന്താണ്, ജേർണൽ എൻട്രി ചെയ്താലുള്ള പ്രോബ്ലം കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇവിടെ മറ്റൊരു ടോപ്പിക്കാണ് ലെഡ്ജർ എന്താണ്. അപ്പോൾ ലെഡ്ജറിൻ്റെ മീനിങ്ങും കൃത്യമായിട്ടില്ലേ, ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിലേക്ക് ജേർണലിന് ശേഷം എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബ്ലം വലിയ പ്രാധാന്യം നൽകേണ്ട എങ്കിലും എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സുകൾ വരയ്ക്കുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിഫറൻസ് ആണ് ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. 3 മാർക്കിനോ 6 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. കൃത്യമായിട്ട് അത് പഠിച്ചേക്കുക. ഇവിടെ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എന്താണ് ജേർണൽ എന്ന് എഴുതണം, ദെൻ ലെഡ്ജർ എഴുതണം, ദെൻ ഫോളോവിങ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അരിതമെറ്റിക്കൽ ആക്യുറസി. ഒരു സ്ഥാപനത്തിന്റെ അരിതമെറ്റിക്കൽ ആക്യുറസി കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, എന്തല്ല അക്കൗണ്ട് അല്ല. അപ്പോൾ ട്രയൽ ബാലൻസ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോവിങ് അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി കൺസേൺ. എന്തായിരിക്കും, ഡെബിറ്റും ഉണ്ടായിരിക്കും ക്രെഡിറ്റും ഉണ്ടായിരിക്കും, രണ്ടിൻ്റെയും ടോട്ടൽ എന്തായിരിക്കും, ടാലി ആയിരിക്കും. ട്രയൽ ബാലൻസ് ചെയ്യാനുള്ള പ്രോബ്ലം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 10 മാർക്കിന്റെ ആയിട്ട് തന്നെ ട്രയൽ ബാലൻസ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചോദ്യമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ട്രയൽ ബാലൻസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഇവിടെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിപ്രിസിയേഷന് പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറയുന്ന ഹെഡിങ്. ഈ ഒരു ഹെഡിൽ നമ്മൾ ഈ ഒരു 3 ടേമും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഡിപ്രിസിയേഷൻ അല്ലെ, പെർമനന്റ് ഡിഗ്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന തേയ്മാനത്തിന് എന്ത് പറയുന്നത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കോസസ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഡിപ്രിസിയേഷന്റെ ഒരുപാട് മെത്തേഡ്സുകൾ പറയുന്നുണ്ട്. ആ മെത്തേഡുകൾ ഓരോന്നും അറിഞ്ഞിരിക്കണം. അത് 2 മെത്തേഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 മെത്തേഡുകളാണ്. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും മറ്റൊന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും, WDV എന്ന് പറയും. ആ 2 മെത്തേഡും അതിന്റെ മീനിങ് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. സിമ്പിൾ പ്രോബ്ലം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മെഷീനറി അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു ഡിപ്രിസിയേഷൻ അക്കൗണ്ടും എങ്ങനെ വരക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ ഈ 2 മെത്തേഡാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടുള്ളൂ. ബാക്കിയുള്ള മെത്തേഡൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് പേരുകൾ പഠിച്ചേക്കാം. നെക്സ്റ്റ് പ്രൊവിഷൻ എന്താണ് അല്ലെ, ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണെന്ത് പ്രൊവിഷൻ. ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ റിസർവ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണെന്ത് റിസർവ്. റിസർവിന്റെ ടൈപ്സ് കൃത്യമായിട്ട് പഠിച്ചു. ചിലപ്പോൾ 6 മാർക്കിന് ടൈപ്സ് ഓഫ് റിസർവ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ 2 ടേം കൃത്യമായിട്ട് പഠിച്ചുക. ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ് 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവും പ്രൊവിഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ജേർണല്,
ലെഡ്ജർ, ജേണലിന്റെ ജേണൽ എൻട്രി എഴുതാനും. ട്രയൽ ബാലൻസ്, അതിന്റെ മീനിങ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം. ദെൻ ഡിപ്രിസിയേഷന്, പ്രൊവിഷന്, റിസർവ്. അതിൽ ഡിപ്രിസിയേഷനിൽ എന്ത് വരുന്നുണ്ട്? പ്രോബ്ലം വരുന്നുണ്ട്. ബാക്കിയൊന്നും പ്രോബ്ലം ഇല്ല. ഇതിന് എന്ത് പഠിച്ചാൽ മതി? ഒരു മെഷീനറി അക്കൗണ്ടും ഒരു ഡിപ്രിസിയേഷൻ അക്കൗണ്ടും വരയ്ക്കാൻ പഠിക്കുക. അവിടുന്ന് ഒരു 6 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. നെക്സ്റ്റ് റിസർവും പ്രൊവിഷൻ തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 ഫൈനൽ അക്കൗണ്ട് ആണ്. ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഫൈനൽ അക്കൗണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3 അക്കൗണ്ട് കൂടിച്ചേർന്നതിനാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ട്രേഡിംഗ് അക്കൗണ്ട്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഇതിന് 3 പാടെ പറഞ്ഞ പേരാണെന്ത്? ഫൈനൽ അക്കൗണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട് ആണ്. ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സിന്റെ, കച്ചവടക്കാരുടെ അക്കൗണ്ട് ആണെന്ത്? ട്രേഡിംഗ് അക്കൗണ്ട്. അവർ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കാണാൻ വേണ്ടിയാണ്? ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ കിട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ത്? ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? അതിന്റെ ഫോർമാറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ചോദ്യം കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയാണ്. നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ മൂന്നാമത്താണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവുക? അസറ്റും ലാബിലിറ്റീസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാബിലിറ്റീസും റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റുമായിരിക്കും. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കിട്ടാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ 3ന്റെയും മീനിങ്, ദെൻ ഫൈനൽ അക്കൗണ്ട് ചെയ്യാനുള്ള പ്രോബ്ലം കൂടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 2 മണിക്കൂറിന്റെ എക്സാം ആയതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നമ്മുടെ ബുക്കുകളിലൊന്നും പറയില്ല. അപ്പോൾ അധികം സിംഗിൾ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടുള്ള ഫൈനൽ അക്കൗണ്ട് ആണ് വരാൻ സാധ്യത. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കുക. ഒരു 2-3 അഡ്ജസ്റ്റ്മെന്റ് കൂടി പഠിച്ചു വെക്കുക. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകം, ഡിപ്രിസിയേഷൻ. ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ പഠിച്ചാൽ മതി. ഇത്രയും ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. ദെൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി പറയാം. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് വേണ്ടി കാണാൻ വേണ്ടി പറഞ്ഞാൽ ഒരിക്കലും എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ഭാഗം പഠിച്ചിരിക്കണം. ഇവിടുന്ന് ആയിരിക്കും എന്ത്? നിങ്ങളുടെ എസ്എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അവിടെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, ക്യാഷ് ഫ്ലോസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻഫ്ലോ ആണ്, ഔട്ട്ഫ്ലോ ആണ്. 3 ആക്ടിവിറ്റീസ് ഉള്ള ക്യാഷ് ഫ്ലോസ് ആണ്. ആ 3 ആക്ടിവിറ്റീസും അതിൽ വരുന്ന ഓരോന്നിന്റെയും ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിന്റെ പ്രോബ്ലം കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ചോദ്യം മാത്രം 6 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ വരും? ദെൻ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ വരും? ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് പ്രോബ്ലം ചെയ്യാനുള്ളതും പഠിച്ചു വെക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? 3 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ പ്രോബ്ലം വളരെ പ്രാധാന്യം നൽകാം. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് പ്രോബ്ലം പഠിച്ചു വെക്കുക. അപ്പോൾ 3rd മൊഡ്യൂളിൽ 2 ഏരിയ ഉള്ളൂ, പക്ഷെ വലിയ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒന്ന് ഫൈനൽ അക്കൗണ്ട് ആണ്, ഒന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്.
മൊഡ്യൂൾ 4 ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സിലബസിൽ ഈ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് പ്രോബ്ലംസ് മെൻഷൻ ചെയ്യില്ല, എങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഉള്ളത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത് ഇതിന്റെ ഇക്വേഷന് കൃത്യമായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസും പഠിച്ചു വെക്കാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇക്വേഷന് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദെൻ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഈ 3 ഭാഗമാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 3ന്റെ എന്ത് പഠിക്കാം? ഇക്വേഷൻസ് പഠിക്കാം. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? മീനിങ് എഴുതാൻ പഠിക്കുക. എങ്ങനെയാണ് ഇതിന് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഇതിൽ വരുന്നത് ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ സോൾവൻസി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ. ഈ 3 ഏരിയകളാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അതിൽ ലിക്വിഡിറ്റി റേഷ്യോയിൽ 2 റേഷ്യോസ് വരുന്നുണ്ട്. ഒന്ന് കറന്റ് റേഷ്യോ, ഒന്ന് ക്വിക്ക് റേഷ്യോ. ഇതിൽ ഈ കറന്റ് റേഷ്യോക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക. 6 മാർക്കിന് ഒരു ചോദ്യം അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയ ആണിത് കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എന്താണ്? കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അല്ലെ? കറന്റ് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലാബിലിറ്റി. സ്റ്റാൻഡേർഡ് എത്രയാണ്? 2:1 ആണ്. ഈ 2:1 കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ലാബിലിറ്റിക്ക് 2 അസറ്റ് സ്ഥാപനത്തിന് വേണം. അപ്പൊ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്റർപ്രിട്ടേഷൻ നടത്തേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡിന് ഒന്നില്ലെങ്കിൽ ബിലോ ആണ് അല്ലെങ്കിൽ എബോ ആണെന്നുള്ള രീതിയിലാണ് ചോദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ നടത്തേണ്ടത്. അപ്പൊ കറണ്ട് റേഷ്യോ കൃത്യമായിട്ട് പഠിക്കുക. കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് പഠിക്കുക, കറണ്ട് ലാബിലിറ്റി ഏതൊക്കെയാണ് പഠിക്കുക. രണ്ടും കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ദെൻ ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിന് സ്റ്റോക്ക് കുറച്ച് എന്ത് കിട്ടും? ക്വിക്ക് അസറ്റ് കിട്ടും. ക്വിക്ക് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 1:1 ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് സോൾവൻസി റേഷ്യോസ്. അതിൽ സോൾവൻസി റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ആണെന്ത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൃത്യമായിട്ട് പ്രാധാന്യം നൽകാം. നെക്സ്റ്റ് ആണ് ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോയിൽ വരുന്നതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അതിൽ ഈ 2 റേഷ്യോസിന് വളരെ പ്രാധാന്യം നൽകുക. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോക്കും സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അതിലും കൂടുതൽ പ്രാധാന്യം എന്ത് നൽകുക? ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോന്റെ പ്രോബ്ലം പഠിക്കാൻ. അപ്പോൾ ഇവിടെ 2 ഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഒന്ന് കറണ്ട് റേഷ്യോക്കും ഒന്ന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോക്കും. ആ ഭാഗത്തിന് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എല്ലാത്തിൻ്റെയും ഇക്വേഷൻ പഠിച്ചേക്കുക. ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും. എന്ത് ചെയ്യും? കറക്റ്റ് ആ ഇക്വേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തിലുണ്ടാവും? ചോദ്യത്തിൽ ഉണ്ടാകും. അപ്പൊ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക എന്നതാണ് ഈ ഒരു ഏരിയയിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ വരുന്ന ഏരിയാസ് ആണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫിനാൻസ്.